ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇല്ലത്തെ ഊണിന് എത്ര വിഭവം ഉണ്ടെങ്കിലും മസ്റ്റായിട്ട് വേണ്ട ഒരു വിഭവമാണ് കേട്ടോ ചുടുപുളി. ചൂട് ചോറിൽ ഇത് കൂട്ടി കഴിക്കുമ്പോൾ വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് സ്വാദുള്ള കൂട്ടാനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണത്. ഈ കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 5 ചുവന്ന മുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി. കടലപ്പരിപ്പിന് പകരം തോരപ്പരിപ്പോ ചെറുപയർ പരിപ്പോ അതൊന്നും എടുക്കാൻ പാടില്ല, കടലപ്പരിപ്പ് തന്നെ വേണം. അതുപോലെ മല്ലിക്ക് പകരം മല്ലിപ്പൊടി ഉപയോഗിക്കാനും പാടില്ല, മുളകിന് പകരം മുളക് പൊടിയും പാടില്ല. ഈ കൂട്ടാനിന് ഞാൻ കാണിക്കുന്ന ഈ സാധനങ്ങൾ തന്നെ ഉപയോഗിക്കണം. നമ്മൾ ഈ കാണിച്ച 3 സാധനം വറുത്തെടുക്കാൻ പോവാണ്: മല്ലി, കടലപ്പരിപ്പ്, മുളക്. കടലപ്പരിപ്പൊക്കെ നല്ലോണം ചുവന്നുണ്ടാവണം. അതുപോലെ മുളക് എടുക്കുമ്പോൾ എരിവ് അനുസരിച്ച് എടുത്തോളൂ, ഇത് മാത്രമേ ഇതിന് എരിവിന് ഉണ്ടാവുള്ളൂ. കടലപ്പരിപ്പും മല്ലിയും മുളകും നല്ലോണം വറുത്ത് കിട്ടിയിട്ട് ഈ പാകത്തിന് വേണം വറുത്തെടുക്കാനായിട്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുത്തതിന് ശേഷം തരിതരിയോടുകൂടി പൊടിച്ചെടുത്തിട്ട് വരാം. ചീഞ്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 2 ചുവന്ന മുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്. ഈ കൂട്ടാന് കായപ്പൊടി ഇത്തിരി കൂടുതൽ വേണട്ട, 1/2 ടീസ്പൂൺ ചേർത്തോളാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വേപ്പില, 100 ഗ്രാം ചെറിയ ഉള്ളി. ഇപ്പൊ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, ലാസ്റ്റ് നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഉള്ളി സോഫ്റ്റ് ആക്കി എടുക്കാം. ഉള്ളി സോഫ്റ്റ് ആകുമ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചേക്കണം മല്ലി മുളകൊക്കെ പൊടിച്ചെടുക്കും ചെയ്യും. ഉള്ളി നല്ല സോഫ്റ്റ് ആയി, നമുക്കിത് മാറ്റി വെക്കാം. ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് കുതിർത്തി വെച്ചേക്കണതാണ്, ഇത് ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഈ കൂട്ടാൻ വെക്കാനായിട്ട് ചെറിയ ഉള്ളിക്ക് പകരം വഴുതനങ്ങ എടുക്കാം, വെണ്ടയ്ക്ക എടുക്കാം, നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് എടുക്കാം. പക്ഷെ ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കുമ്പോഴാണ് സ്വാദ് കൂടുതൽ. ഉള്ളി വാട്ടിയതിന് ശേഷം ഉള്ളിയിലേക്ക് പുളി ഒഴിക്കരുത് കേട്ടോ, ഇതുപോലെ തന്നെ ചെയ്യണം. 1 കപ്പ് സാധാരണ വെള്ളം ചേർക്കുന്നുണ്ട്, നല്ലോണം തിളക്കട്ടെ. പുളിവെള്ളം നല്ലോണം തിളക്കിണ്ട്. ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ പൊടി ചേർക്കാം. കട്ട പിടിക്കാണ്ട് ഇളക്കി കൊടുത്തോളൂ. കടലപ്പരിപ്പായ കാരണം കട്ട പിടിക്കും. നല്ലോണം അമർത്തി ഇളക്കുമ്പോൾ തന്നെ കട്ടകളൊക്കെ പോകും. നല്ലോണം ഇളക്കിയതിന് ശേഷം 5 മിനിറ്റ് നല്ലോണം വെട്ടി തിളക്കട്ടെ. 5 മിനിറ്റ് നല്ലോണം തിളപ്പിക്കുമ്പോഴേക്കും ഇതുപോലെ കുറുകി കിട്ടൂട്ട. കടലപ്പരിപ്പ് ചേർത്ത് തന്നെയാണ് ഇങ്ങനെ കുറുകണത്. ഇനി നമ്മൾ വാട്ടി വെച്ചേക്കണ ഉള്ളി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്തിട്ട് 2 മിനിറ്റും കൂടി തിളച്ചോട്ടെ. ഉള്ളി ചേർത്തിട്ട് നല്ലോണം തിളച്ചു, ഇതുപോലെ കുറുകി വരൂട്ട. തിളക്കും തോറും ഈ കൂട്ടാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർക്കുന്നുണ്ട്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. ആ പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിങ്ങനെ അടച്ച് വെക്കാട്ട. എപ്പോഴാണോ നമ്മൾ ഊണ് കഴിക്കുന്നത് ആ സമയത്ത് ഇനി എടുത്ത് ഇളക്കിയാൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് 10 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റണ അടിപൊളി ഒരു കൂട്ടാനാണ്. ചൂട് ചോറിൻ്റെ ഒപ്പം അത്രയ്ക്ക് സ്വാദുണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.